എരിയുന്ന ജ്വാലയും മുള്ളിൻ്റെ കിരീടവും മുകളിൽ കുരിശുമുള്ള തിരുഹൃദയം നമ്മുടെ കൺമുൻപിൽ മായാതുണ്ട്. ഈ തിരുഹൃദയം നമ്മോട് 3 കാര്യം പറയുന്നു. 1. എരിയുന്ന സ്നേഹം. ഈ ഹൃദയത്തിലെ തീ ഒരിക്കലും കെടാത്ത സ്നേഹമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും തെറ്റു ചെയ്യുമ്പോഴും ഈ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുന്നു. യേശു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. 2. നമ്മുടെ വേദന ഏറ്റെടുത്ത ഹൃദയം. ചുറ്റുമുള്ള മുള്ളുകൾ നമ്മുടെ പാപവും സങ്കടവും വേദനയുമാണ്. യേശു അവയെല്ലാം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. കുരിശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മെ രക്ഷിക്കാൻ. 3. തുറന്നിരിക്കുന്ന ഹൃദയം. ഈ ഹൃദയം അടഞ്ഞതല്ല, അത് തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. സങ്കടമുണ്ടോ? തിരുഹൃദയത്തോട് പറയൂ. പേടിയുണ്ടോ? ഈ ഹൃദയത്തിൽ അഭയം തേടൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13 പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. ഈശോ പറയുക മാത്രമല്ല, അതുതന്നെ ചെയ്തു. അപ്പോൾ നിരാശ തോന്നുമ്പോൾ, തനിച്ചാണെന്ന് തോന്നുമ്പോൾ ഈ ഹൃദയത്തെ നോക്കൂ. അവിടെ നിങ്ങളോടുള്ള, അതായത് മരണം വരെയുള്ള സ്നേഹം നിങ്ങൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടേതുപോലെ ആക്കണമേ. ആമേൻ.